ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ കബാബിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഇത് സ്പെഷ്യലായിട്ടുള്ള ഒരു കബാബ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫിൻ്റെ മീൻസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പൗഡർ, ഒനിയൻ പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചാട്ട് മസാല കൂടെ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഞാൻ ഈ പൊടി ചേർത്തിരിക്കുന്ന ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പൊടി ചേർത്തിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് പേസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡൊന്ന് നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് ശകലം നേരം ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം നമുക്കതിനകത്തെ വെള്ളം നന്നായിട്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞതിന് ഒട്ടും വെള്ളമില്ലാതെ തന്നെ എടുക്കാവുന്നതാണ്. നന്നായിട്ട് വെള്ളമില്ലാതെ എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് കീമയിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ വേണം നമ്മൾ കബാബ് ഉണ്ടാക്കുമ്പോൾ. ഇതിനകത്തൊന്നും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതിനാണ് ഞാൻ ഇതിൻ്റെ എല്ലാം പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എല്ലാം പേസ്റ്റ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു മുട്ടയാണ്, ഒരു മുട്ട ഇന്നത്തേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇവിടെ ഞാൻ കാണിക്കുന്നത് പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നമുക്ക് സോഫ്റ്റായിട്ടുള്ള കബാബ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെങ്കിൽ നമുക്ക് സോഫ്റ്റായിട്ടുള്ള കബാബ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഇതുപോലെ മിക്സ് ചെയ്യാം. ഒരു 5-6 മിനിറ്റ് നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം എന്താ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ് അരമണിക്കൂർ സമയത്തേക്കെങ്കിലും നമുക്കിത് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഉള്ളൊരു കബാബ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ നമുക്കിതുപോലെ ആക്കിയെടുക്കാം. നീളത്തിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഷേപ്പ് ചെയ്താൽ. നിങ്ങൾക്ക് റൗണ്ടിലുണ്ടാക്കണമെങ്കിൽ റൗണ്ടിലുണ്ടാക്കുക, ഇതുപോലെ നീളത്തിലുണ്ടാക്കണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ അതിന് ഷേപ്പ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഇത്രയും കബാബ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നല്ലതായിട്ട് ചൂടായി വരുന്ന എണ്ണയിലേക്ക് വേണം നമ്മളത് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ എന്തെങ്കിലും ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്താൽ ഉടൻ തന്നെ നമ്മൾ തവിയിടരുത്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പാനെടുത്ത് നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. തവിയിടാതെ തന്നെ ഒരു വശം ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് പതുക്കെ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. എണ്ണ ഒരിക്കലും ചൂട് കുറയാൻ പാടില്ല. ചൂടുള്ള എണ്ണ തന്നെ വേണം എപ്പോഴും കിടക്കാനായിട്ട്. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ വിനെഗർ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. നമ്മുടെ ഈ സോസിനകത്തൊക്കെ ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് ഒത്തിരി ചേർത്ത് കൊടുക്കണം. ഒരു ശകലം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കൈകൊണ്ട് എടുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്ക് ചേർത്ത് കൊടുക്കാം.
പിന്നെ ശകലം വെള്ളം 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതുപോലൊരു സോസ് നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ കബാബൊക്കെ റെഡി ആയിട്ടുണ്ടാകും. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ നമുക്ക് ഒരു സവോള നമുക്ക് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി സവാളയൊന്നും ഒത്തിരി വേഗമൊന്നും വേണ്ട. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതിയാകും. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 3-4 പച്ചമുളക് ഇതുപോലെ ഒന്ന് നടുവേ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ വെളുത്തുള്ളിയിലേക്ക് ഒന്ന് പച്ചമണം മാറുന്നത് വരെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് അതിലേക്ക് മസാലയിലേക്കൊക്കെ പിടിക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കോൺഫ്ലോറൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതോടൊന്ന് വെന്ത് വരും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കബാബ് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കബാബിലേക്ക് നമ്മുടെ ഈ സോസും മസാലയൊക്കെ ഒന്ന് പിടിക്കേണ്ട രീതിയിൽ നമുക്കൊന്ന് പതുക്കെ സോഫ്റ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് നമുക്ക് ആ സോസിൽ കിടന്നൊന്ന് കബാബൊക്കെ ഒന്ന് ചൂടാവട്ടെ. അതിന് ശേഷം നമുക്കത് വാങ്ങാൻ വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കബാബ് ഇവിടെ സ്പെഷ്യൽ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ സ്നേഹവും സഹകരണവും വേണ്ടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ. ഓക്കെ, ബൈ.